ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജാസ്മിൻ ജാഫർ Q&A ഇട്ടതിന്റെ ഒരു വീഡിയോ ആണ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ആ പുള്ളിക്കാരത്തി ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ എതിരെ തന്നെ വീഡിയോ ഒത്തിരി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് റിവ്യൂ ഇടുന്ന കാലത്ത് BB വെച്ച് അന്ന് ആ കൊച്ചു അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നതെല്ലാം പുറമെ പ്രേക്ഷകർക്കാണേലും ആർക്കും അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. കൊച്ചിനെ ഇഷ്ടമാണ്. എന്ത് പറഞ്ഞാലും എനിക്ക് ജാസ്മിൻ ജാഫറിനെ എന്തുകൊണ്ടോ ഒരു ഇഷ്ടമുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. എന്നാൽ നല്ലതായിട്ട് വിമർശിച്ചിട്ടേ ഉള്ളൂ ഞാൻ. ആ വിമർശിക്കുമ്പോഴും ആ കുട്ടി ഇപ്പൊ കൈനകം കടിക്കുക, കാൽനകം കടിക്കുക, അല്ലെങ്കിൽ ചായ തുമ്മ, ഇതൊക്കെയാണ് ഏഷ്യാന്റെ അടുത്ത് പുറത്തിട്ട സംഭവമാണ്. എന്നാലും അതൊക്കെ ഒരു വൃത്തികേട് തന്നെയാണ്. അത് അങ്ങനെ തന്നെ പറഞ്ഞ് വിമർശിച്ച് ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് അതിനോടൊരു ഇഷ്ടമുണ്ട്. പക്ഷേ എങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല. അനുസരണശീലം എന്നുള്ളത് 7 അതിലേക്ക് തുറപ്പോയിട്ടില്ല. അത് നമുക്ക് പറഞ്ഞേ പറ്റൂ. പക്ഷെ എന്തോ സംസാര ശൈലിയും അതിന്റെ ഒരു ക്യൂട്ട്നെസ്സും ഒക്കെ വെച്ച് അതിനോടൊരു ഇഷ്ടമുണ്ടെന്നുള്ള സത്യമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം അതിട്ട വീഡിയോ ഞാൻ പോയി കണ്ടിരുന്നു. കണ്ടതിന്റെ അകത്താണേലും ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴും ഇതിനെ വാച്ച് ചെയ്യുമ്പോഴും ഇത് ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കാര്യം. കാരണം അനുസരണയില്ല, ആര് പറയുന്നതും കേൾക്കാതെ ക്ലാരിറ്റി ഇല്ലാത്തൊരു ബന്ധക്കാരനുണ്ടല്ലോ ഗബ്രി. ഒരു ക്ലാരിറ്റി ഇല്ല. റസ്മിൻ ബായി വരെ പിണങ്ങിയാൽ നിങ്ങൾക്ക് അറിയാലോ. എന്തേലും ചോദിച്ചാൽ ഫ്രണ്ട്ഷിപ്പാണോ, ഇനി ലവറാണോ, വിവാഹം കഴിക്കുമോ, അല്ലെ എന്താണ്, ഒന്നിനും ക്ലാരിറ്റി ഇല്ല. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ചെറുക്കനോട് കയറി ഒരു ക്രഷ് തോന്നി. ഓഡിഷന് പോയപ്പോൾ തന്നെ ക്രഷ് തോന്നി. പിന്നെ അങ്ങ് അടിച്ചു തല്ലി കിടക്കുക ചെയ്ത ജാസ്മിനെ ഇഷ്ടപ്പെടാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ, ആൺപിള്ളേർ തന്നെ ക്യൂ കാണും. എന്റെ ഒരു അഭിപ്രായത്തിൽ ആ കൊച്ചിനെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ്. ആ ജാസ്മിൻ പോയി ഇഷ്ടപ്പെട്ട് കമന്നടിച്ച് കിടക്കുന്ന എവിടെയാന്ന് ചോദിച്ചാൽ ഗബ്രിയുടെ കാഴ്ചവട്ടില്ല. പണ്ട് ആരോ കോളേജിലെ ഓട്ടോഗ്രാഫിൽ എഴുതുന്ന ഒരു വാചകമാണ് ശരിക്കും ഇവരുടെ ലൈഫ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ പുറകെ അല്ല പോകേണ്ടതെന്ന്. പക്ഷെ അത് ആരും നോക്കിയാലും നമ്മൾ ഒരിക്കലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ കാണാറില്ലായിരിക്കും. നമ്മൾ ഇങ്ങനെ ഇഷ്ടം നോക്കിപ്പോ അവിടെ വലിയ വിലയും നിലയൊന്നും കിട്ടില്ല. അത് തന്നെയാണ് ജാസ്മിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഗബ്രി ഒരു ക്ലാരിറ്റിയും കൊടുത്തിട്ടില്ലെങ്കിലും ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി സമയവും കളഞ്ഞു, ജീവിതവും കളഞ്ഞു. നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടത് തന്നെയാണ്. എല്ലാം ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് ഊഹിക്കാനൊക്കെ പറ്റും. ഇപ്പൊ പുള്ളിക്കാരത്തി വന്നിരുന്ന് പറയുമ്പോൾ വ്ളോഗ് ചെയ്യാൻ പറ്റാതായി വെറുതെ പ്രൊമോഷൻ വീഡിയോ മാത്രം ഇട്ട് വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു വ്ളോഗുമായിട്ട് ഇനി ഞാൻ വ്ളോഗ് ഇടാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്തുന്നുണ്ട്. അത് കുറെയൊക്കെ റിലാക്സ് കൊടുക്കുന്നുണ്ട്. അത് സത്യമാകട്ടെ. എന്തെങ്കിലും ഒരു പെറ്റിനെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ ഒരു മാനസിക ടെൻഷന് കുറവാണ്. എന്താണെങ്കിലും ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോയി. ആദ്യ ട്രിപ്പ് കഴിച്ചിട്ട് മാറിയില്ല, ഇപ്പൊ രണ്ടാമത് വീണ്ടും ഒക്കെ ഉണ്ട്. ഇനി വ്ളോഗ് ഇടാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ അവസ്ഥയിലേക്ക്, ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് ജാസ്മിൻ എത്തിയിട്ടുണ്ട്. അതിന് മറ്റാർക്കും ഉത്തരവാദിത്തമില്ല, ജാസ്മിന് മാത്രം. അത് എന്തുകൊണ്ട് എത്തിയെന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്രായത്തിൽ തന്നെ ഇഷ്ടംപോലെ പണം കൈവരിക, സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം കൈവരിക. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ സമൂഹത്തിന്റെ കെട്ടുപാടുകളുണ്ടല്ലോ, നമ്മളറിയാതെ നമ്മുടെ കാലയിൽ അദൃശ്യമായിട്ട് കിടക്കുന്ന ഒരു ചങ്ങലയാണ് സമൂഹത്തിന്റെ കെട്ടുപാടുകൾ. അത് നമ്മളെ പലപ്പോഴും, എല്ലാവരെയും പലപ്പോഴും വീർപ്പ് മുട്ടിക്കാറുണ്ട്. സമൂഹത്തിനെ ഭയപ്പെടണം. കുറച്ചൊരു പണവും നമ്മുടെ ഒരു പ്രായം, ഒരു 20 വയസ്സ് താഴെയും കൂടെയാണ്. ആ താഴെ നിൽക്കുക 20 വയസ്സിന് താഴെ നമ്മൾ നല്ല പ്രസക്തിയിലെത്തുകയും പണവും ഒക്കെ കൂടെ വന്നാൽ നമുക്കപ്പോൾ ഈ സമൂഹത്തിന്റെ കെട്ടുപാടൊന്ന് വലിച്ചെറിയാൻ തോന്നും. അതെന്ന് വെച്ചാൽ നമ്മളല്ലേ അധ്വാനിക്കുന്നത്, നമ്മളല്ലേ നമ്മുടെ കാര്യം നോക്കണ്ടേ, നാട്ടുകാരാണ് നമ്മുടെ കാര്യം നോക്കണ്ടേ, നമ്മുടെ ഇഷ്ടം വേണ്ടേ നമ്മൾ നോക്കാൻ, നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണ്ടേ എന്നൊക്കെയുള്ളൊരു ചിന്താഗതി നമുക്ക് ഇങ്ങനെ തന്നെ വന്നു പോകും. അപ്പൊ നമുക്ക് ഈ സമൂഹത്തിന് ഇഷ്ടമല്ല. അവരാണ് നമുക്ക് കഞ്ഞി വെക്കാൻ അരി കൊണ്ടുതരുന്നത്, നമ്മൾ അധ്വാനിച്ചിട്ടല്ലേ. പിന്നെ എന്തിനാ നമ്മൾ അവരെ നോക്കുന്നത്? നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണം. ഈ മുദ്രാവാക്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ സമൂഹത്തിന്റെ കെട്ടുപാടിന്റെ ചങ്ങല അങ്ങോട്ട് പൊട്ടിച്ചെറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ജീവിക്കും. ഇവിടെ നമ്മൾ ജാസ്മിന്റെ ജീവിതത്തിന്റെ ഇത് നോക്കിയാൽ ഇതാണ് അവിടെ സംഭവിച്ചത്. ജാസ്മിന്റെ മതത്തിന്റെ, ജാസ്മിന്റെ വീടിന്റെ, ഇതിന്റെ എല്ലാം, അല്ലെ ജാസ്മിൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ എല്ലാ കെട്ടുപാടിനുള്ളിൽ നിൽക്കുന്ന ജാസ്മിൻ ഈ പറയുന്ന പോലെ എറണാകുളത്ത് നിന്ന് ഫ്ളാറ്റ് എടുത്ത് താമസിച്ച് ഗബ്രിയായിട്ട് ടൂർ പോകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടി നടക്കാനോ ഒന്നും പറ്റത്തില്ല. ആ വീട്ടിൽ തന്നെ നിൽക്കുക, അച്ഛന്റെ അമ്മയുടെ സംരക്ഷണയിൽ നിൽക്കുക, കൂടി വന്ന പണ്ട് ചെയ്തുള്ള ഒരു ബ്ലോഗ് ഇടാം, ബ്യൂട്ടി ടിപ്പൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കാശുണ്ടാക്കാം, കല്യാണം കഴിച്ച് പോകാം, കുടുംബജീവിതം നയിക്കാം, ഇതൊക്കെ പറ്റുള്ളൂ. അല്ലാതെ അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന് പറഞ്ഞൊരു പരിപാടി പറ്റത്തില്ല. ആ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് ഇതെല്ലാം ജാസ്മിൻ നേടിയത്. പക്ഷെ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു പച്ചയായ ഒരു പെൺകുട്ടി തന്നെയാണ്. മതത്തിന്റെ ഇതിലൊക്കെ വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ. അപ്പൊ ജാസ്മിന് ഒരു വടംവലിയാണ് ഉള്ളിൽ നടക്കുന്നത്. ആ വടംവലിയുടെ ഭാഗമായിട്ടാണ് ഈ ഡിപ്രഷൻ ഉണ്ടാവുന്നത്. എന്തൊക്കെ നേടിയാലും, എന്തൊക്കെ മരുന്ന് കഴിച്ചാലും അതിൽ നിന്ന് മോചനം വരാൻ സ്വയം കുറെ കാര്യങ്ങൾ തിരുത്തി വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഡിപ്രഷൻ സ്റ്റേജൊക്കെ എന്ന് പറയുന്നതൊക്കെ ഞാൻ തന്നെ പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ.
സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് അവിടെ ഒരു പെയിൻ, എന്തിനാ എനിക്ക് ആ പെയിൻ എന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായ വിഷമം, സങ്കടം, ദേഷ്യം, ഞാൻ ഭയങ്കര ഇറിറ്റേറ്റ് ആയിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് രാത്രി ഉറക്കമില്ല, എനിക്ക് ഭക്ഷണം നേരെ ചൊവ്വേ എൻ്റെ പ്രോപ്പർ അല്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്ക്, ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞോളൂ, ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ലൈഫ് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടു പോയെന്നൊക്കെ എനിക്ക് അങ്ങ് തോന്നുക. എന്നത് പുറത്ത് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ വയ്യ, എനിക്ക് പറയാൻ താല്പര്യമില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു സ്ട്രോങ്, എനിക്ക് ആൾക്കാരോട് ജാസ്മിൻ സ്ട്രോങ് ആണ് എന്നുള്ളൊരു ലേബൽ എൻ്റെ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് ഞാൻ അത് പിന്നെ ആദ്യമൊക്കെ ഞാൻ അത് എൻജോയ് ചെയ്തെങ്കിലും പിന്നെ അതെനിക്കൊരു ബാധ്യതയായി തുടങ്ങി. ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി, ദാറ്റ് സ്ട്രോങ്, ഞാൻ അത്രയും സ്ട്രോങ് ആണോ? എനിക്ക് ഇങ്ങനെ സ്ട്രോങ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഭയങ്കര മോശം സൈഡ് എനിക്ക് ആൾക്കാരെ കാണിക്കാൻ എനിക്കൊരു മടി. ഞാൻ അങ്ങനെ കാണിച്ചാൽ ഞാൻ തോറ്റു പോകുന്നതൊക്കെ ഞാനല്ലെങ്കിൽ ഞാനങ്ങ് എല്ലാവരുടെയും മുമ്പിൽ ഞാനങ്ങ് അലന്നു പോവില്ലേ എന്നൊക്കെ ഒരു സാധനം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ വീട്ടുകാരോടും ഞാൻ പറയാറുണ്ടായിരുന്നില്ല, ഞാൻ അത്തായോടോ ഉമ്മായോടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര ഒരു മോശം സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നതെന്നോ എനിക്ക് ഇത്രയും വിഷമമുണ്ടെന്നോ എനിക്ക് അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ കോളുകൾ ഞാൻ എടുക്കാതിരിക്കും. ഞാൻ ആൾക്കാർ എന്നെ വിളിച്ചാൽ എൻ്റെ കണ്ണു മുമ്പിൽ കിടന്ന് ഇങ്ങനെ ഫോൺ റിങ് ആയിരിക്കും. ഞാനപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും. ഓക്കെ, എനിക്കത് എടുക്കാനും പറ്റുന്നില്ല. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു സമയത്ത്. പിന്നെ അതല്ലാതെ തന്നെ ആ സമയത്തും എനിക്കുണ്ടായിരുന്ന കുറേ പേഴ്സണൽ പ്രശ്നങ്ങൾ എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം കൂടെ ഒരൊറ്റ അടിക്ക് ട്രിഗറായി എനിക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു, ഞാൻ ഭയങ്കര ഡൗട്ട്ഫുള്ളായി. എനിക്കിനി വ്ളോഗ് എടുക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചു, ഞാൻ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇനി വീഡിയോ ചെയ്യണ്ട, കുറച്ച് നാൾ കഴിഞ്ഞ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സോഷ്യൽ മീഡിയ എനിക്ക് വേണ്ട, എൻ്റെ ലൈഫ് ഫുള്ള് ഇതായി, എനിക്കിനി സോഷ്യൽ മീഡിയ വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നും സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ എങ്ങനെ മാമുണ്ണും എന്നും എനിക്ക് തോന്നും. അങ്ങനെ എല്ലാ സ്റ്റേജും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും പെണ്ണിൽ ഭ്രാന്തായി എന്ന് തോന്നുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ കുറേ ഇമോഷൻസ് എനിക്ക് മൊത്തത്തിൽ മറ്റേ ലൈനായിട്ട് പറയാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടി കിടക്കുന്നത് ഞാൻ കിട്ടുന്ന ഇങ്ങനെ പറഞ്ഞു പോവാണ്. അങ്ങനെ ഞാൻ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് തോന്നി ഓക്കെ എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മേ ബി ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയേക്കാം. അങ്ങനെ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു. ഞാൻ എൻ്റെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. കുറേ സെഷൻ എടുത്തു. ഞാൻ എൻ്റെ പ്രോബ്ലംസ് ഏറെക്കുറെ ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ കറൻ്റ്ലി ഉള്ള പ്രോബ്ലംസും എൻ്റെ പാസ്റ്റിലുള്ള പ്രോബ്ലംസും എല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിൽ നിന്ന് റിലീഫ് കിട്ടുമെന്ന് ചോദിച്ചാൽ ടു ബി ഹോണസ്റ്റ് എനിക്കതിൽ നിന്ന് റിലീഫ് കിട്ടിയില്ല. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞാൻ ഒരാളെ ഞാൻ ഓൺലൈൻ വഴി ഞാൻ കൺസൾട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മറ്റേ ആളെ കൺസൾട്ട് ചെയ്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് തുടങ്ങണമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ പറയട്ടെ, അന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പാട്ടോ. അന്ന് എനിക്ക് ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് എടുക്കണം എന്ന് എന്നോട് കുറേ വട്ടം പറഞ്ഞു ജാസ്മിൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക. പക്ഷെ എന്നോട് അന്ന് അവർ പറഞ്ഞു ജാസ്മിൻ ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് എടുക്കണം, ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, ഉറപ്പായും കൺസൾട്ട് ചെയ്ത് അതിനുള്ള കോമഡികൾ തേടുക എന്നുള്ളത്. പിന്നെ എന്നെ ഏറ്റവും ഒക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ ആണ് കേട്ടോ. എന്നെ തെറാപ്പി ഒട്ടും ഹെൽപ്പ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്നെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഭയങ്കര മോശം കണ്ടീഷനുണ്ട്. പിന്നെ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഡിപ്രഷനൊക്കെ ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഞാനതെടുത്താൽ എനിക്ക് ഭയങ്കര സീനായി പോകുന്നൊക്കെ ഉള്ള പേടി കൊണ്ടിട്ട് ഞാൻ അന്നൊന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പം ഞാൻ കറന്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ആദ്യത്തിലെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കറന്റ് സാറ്റിസ്ഫൈഡ് ആണ്. ജാസ്മിനെ സംസാരിച്ചേ തന്നെയുണ്ട് കുറേ അധികം പ്രശ്നങ്ങൾ. അതായത് എത്ര സൈക്കാട്രിസ്റ്റിനെ കണ്ട് എന്തു മരുന്ന് കഴിച്ചാലും മാറില്ല. നമ്മുടെ സിറ്റുവേഷന്, നമ്മുടെ സാഹചര്യം, നമ്മുടെ ചിന്താഗതി അതെല്ലാം കുറച്ച് മാറ്റത്തിന് നമ്മൾ തന്നെ മാറ്റിയിടണം, എന്നാലേ മാറ്റുള്ളൂ. ഇതിപ്പം പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക് താമസിക്കുന്നു, മൈൻഡ് റിലാക്സിന് വേണ്ടി ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്തുന്നു, കുറേ എല്ലാം ഉപകാരം ചെയ്യാതെ ആ ഒരു കാര്യം കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഈ ബാപ്പയും ഉമ്മയുടെയും ഒരു കരുതലും അവരുടെ ഇതിൽ ജീവിക്കുമ്പോൾ ഒരു ഷെൽട്ടർ, ഒരു സുരക്ഷിതത്വ ഫീലിങ്സ് അത് നമുക്ക് കിട്ടും. നമ്മൾ അവർ ജീവിച്ചിരിക്കുന്നത്രയും കാലം, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നത്രയും കാലം നമ്മൾ കുട്ടിയാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയല്ല. അതുവരെ അവർ കൊച്ചേ മോളെ എന്നല്ലേ നമ്മളെ വിളിക്കുക. നമുക്കിനി എത്ര പ്രായം ഉണ്ടെങ്കിലും ഓളെ, കുഞ്ഞെ, കൊച്ചെന്നല്ലേ അച്ഛനും അമ്മയൊക്കെ വിളിക്കുക. അവരാ മക്കളായിട്ട് കണ്ട് ആ രീതിക്ക് നമ്മളെ സംസാരിക്കും. അവരുടെ മുന്നിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കൊച്ചായി മാറാറില്ലേ എത്ര പ്രായമുണ്ടെങ്കിലും. അതുപോലെ തന്നെ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഷെൽട്ടർ, ഒരു സുരക്ഷിതത്വ ഒരു വിചാരം നമുക്ക് വേണം. അത് മനസ്സിനൊരു ധൈര്യം തരുന്ന കാര്യമാണ്. ഇത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അതില്ല. പിന്നെ ഷെയർ ചെയ്യാൻ അത്ര ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളെയൊന്നും ഇന്നത്തെ കാലത്ത് കിട്ടത്തില്ല. അപ്പം മനസ്സിനേക്കുന്ന പ്രഹരങ്ങൾ മുഴുവൻ സ്വയം അങ്ങ് ആരോടും ഷെയർ ചെയ്യാതെ അമക്കി വിടുക. അത് തന്നെ ഡിപ്രഷനിലേക്ക് എത്തും.
അപ്പൊ എല്ലാം തുറന്നു പറയാൻ ഒന്നെങ്കിൽ ഒരു സുഹൃത്ത് വേണം, അതല്ലെങ്കിൽ അമ്മയോടും അച്ഛനോടും ഒക്കെ പറയാനോ അവരുടെ കൂടെ ജീവിക്കാനും ഒക്കെയുള്ള അന്തരീക്ഷം വേണം. അല്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് ഡിപ്രഷൻ എത്രയധികം മരുന്ന് വാരി തിന്നിട്ടും ഒരു കാര്യമില്ല. ഇനിയിപ്പോ വിവാഹ സങ്കല്പമൊക്കെ പറയുന്നതൊക്കെ ഇപ്പോഴും എന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടോന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. എനിക്ക് കല്യാണം കഴിച്ച് എനിക്ക് മക്കളും കുടുംബമായിട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ചേർന്ന ഒരാളെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നത് വരെ ഞാൻ എന്തായാലും എനിക്ക് കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായോ? ഞാൻ സിംഗിളാണോ? ഞാൻ സിംഗിളാണ്. എന്നൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ സിംഗിളാണ്. നല്ല സമയമെടുക്കും ഇനി ഒരു റിലേഷൻഷിപ്പ് ആവാനും. എനിക്കൊരു ആ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെന്റ് എനിക്ക് കൊടുക്കാനൊക്കെ എനിക്ക് നല്ല ടൈം എടുക്കും. എനിക്കത് സമയമെടുത്ത് മാത്രമേ എൻ്റെ ശരിയാവുള്ളൂ. പിന്നെ എൻ്റെ ടൈപ്പ് ഓഫ് ചെക്കാൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് അങ്ങനെ ഒരു ടൈപ്പും ഇല്ല. എനിക്ക് നല്ലൊരു മനുഷ്യനായാൽ മതി, എനിക്ക് നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനായാൽ മതി. ജോലിയും കൂലിയും ഇല്ലാത്തൊരുത്തനായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറയത്തില്ല. ജോലിയും കൂലി ഇല്ലെങ്കിൽ ഞാൻ അടുപ്പിക്കത്തില്ല. ജോലിയും കൂലിയൊക്കെ വേണ്ടേ? പിന്നെ ജോലി വേണം, ഫാമിലിയെ സ്നേഹിക്കുന്നൊരു മനുഷ്യനാവണം, ചീറ്റ് ചെയ്യാത്ത ഒരാളാവണം, എൻ്റെ എല്ലാം മനസ്സിലാക്കി വരുന്ന ഒരാളാവണം, എന്നെ സ്നേഹിക്കുന്ന ഒരാളാവണം. ഈ ഞാൻ സിംഗിളാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ കമന്റ് ബോക്സിൽ കണ്ടു ഒരാളിരുന്ന് ഇങ്ങനെ സിംഗിളാണെന്നും എടുത്തെടുത്ത് പറയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയെന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ജാസ്മിനിന്റെ ഞാനിപ്പോ കാണിച്ച ക്ലിപ്പിന്റെ തൊട്ടു മുന്നേ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് പിന്നെ +2 കയറാൻ നേരത്തെ ഏത് ബ്രാഞ്ചാണ് എടുക്കേണ്ടതെന്ന്, കൊമേഴ്സ് വേണോ സയൻസ് വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ വളരെയധികം വീട്ടിൽ കിടന്ന് എല്ലാവരോടും കൂടി ചർച്ച ചെയ്യുമ്പോഴത്തേന് ജാസ്മിനെ നിന്റെ അഭിപ്രായം എന്താ, നീ ഏതാ എടുക്കുന്നത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ പിള്ളേരോട്. 10ാം ക്ലാസ് കഴിഞ്ഞ് ജാസ്മിൻ വളരെ കാര്യമായിട്ട് ആലോചിച്ചതിന് ശേഷം പറഞ്ഞ മറുപടി, എനിക്ക് കല്യാണം കഴിച്ചാൽ മതിയെന്ന്. അതായത് +2 പോലും പോകണ്ട, അതിനു മുന്നേ കല്യാണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അന്നത്തെ ജാസ്മിനും അത് പറയുമ്പോൾ ഉള്ള ജാസ്മിനും ഇന്നത്തെ ജാസ്മിനും തമ്മിലുള്ള അന്തരം. വളരെ നിഷ്കളങ്കയായ സാധുവായ ഒരു പെൺകൊച്ചാണെന്ന്. അവിടുന്ന് ആ കൊച്ചിനെ ഈ സോഷ്യൽ മീഡിയയാണ് സത്യത്തിൽ ഈ പരുവത്തിൽ കൊണ്ട് എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആ കൊച്ചു പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ജീവിതം ഉള്ളത് സോഷ്യൽ മീഡിയ നശിപ്പിച്ചാണ് കൊടുത്തത്. കാരണം സോഷ്യൽ മീഡിയയിൽ ആളായതുകൊണ്ടാണല്ലോ ബിഗ് ബോസിൽ പോയാൽ ശരിക്കും നന്നായിട്ട് ലൈഫ് ഉള്ളവരുടെ ലൈഫ് പോലും പോവുക ചെയ്യുന്നത്. ഇവിടെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ജാസ്മിനെ ആ കുഴിയിലോട്ട് പോയി വീഴാതിരിക്കാൻ വേണ്ടി ഒത്തിരി പേര് പിന്തിരിപ്പിക്കാനൊക്കെ നോക്കിയാലും ജാസ്മിൻ അത് സമ്മതിച്ചില്ല. ഞാൻ വീണേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് ജാസ്മിൻ അങ്ങനെ പോവായിരുന്നു. അപ്പം ജാസ്മിന്റെ മനസ്സിന് ജാസ്മിൻ ഇപ്പം ഇരുന്ന് പറയുന്നതിനെക്കാട്ടും പ്രഹരം ഏറ്റിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നൊക്കെ സ്വയം തിരുത്താനേ പറ്റുള്ളൂ, അല്ലാതെ എത്ര മരുന്ന് കഴിച്ചിട്ടും കാര്യമൊന്നുമില്ല. നല്ലൊരു മനുഷ്യനായാൽ മതി, നല്ല ആളായാൽ മതി, എന്നെ മനസ്സിലാക്കുന്ന ആളെ മതി എന്നൊക്കെ ഇപ്പം ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരാളെ കിട്ടട്ടെ എന്ന് ആശംസിക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത്രയും സോഷ്യൽ മീഡിയ സ്വന്തം ലൈഫ് ഇട്ട് എറിഞ്ഞു ഉടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് കര കയറണമെങ്കിൽ അത്ര എളുപ്പമാണോ ഇല്ലയോ എന്നറിയില്ല. ഇത്രയൊക്കെയുള്ളൂ ജാസ്മിന്റെ വ്ളോഗിൽ കണ്ടത്. ഇത് കണ്ട് ആദ്യം തൊട്ട് ഞാൻ ഇത് അവസാനം വരെ കണ്ടു. ജാസ്മിന്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ കണ്ടതിൽ കണ്ടു പോകുമ്പം നമുക്ക് മനസ്സിൽ എവിടെയോ ഒരു വിഷമം തോന്നും. എന്താന്ന് തോന്നി ചോദിച്ചാൽ, ആ കുട്ടി ആ പ്രായത്തിന്റെ ആ ഒരു സാഹചര്യമാണ് ആ കൊച്ചിനെ കൂടുതലും. ഏതൊരു മനുഷ്യൻ ഒരു കൊലപാതകി വരെ ആകുന്നതും സാഹചര്യമാണ് ഒരു വില്ലൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജാസ്മിന്റെ ലൈഫിൽ സാഹചര്യം തന്നെയാണ് വില്ലനായി. ജാസ്മിനെ ഈ പ്രായോ പക്വതയോ വിവരം ഒന്നും ആകുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സായി നല്ല വരുമാനം കിട്ടി, ബാപ്പ ഉണ്ടാക്കിയ കടങ്ങളൊക്കെ വീട്ടി ആ വീട് വെച്ചു. ആ കൊച്ചിന് തന്നെ ഒരു അഭിമാനമൊക്കെ തോന്നി, നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു. കല്യാണം ആലോചിക്കുന്നു, കല്യാണം ഉറപ്പിക്കുന്നു. ആ കല്യാണം എന്തോ കാരണവശാലൊക്കെ മുടങ്ങുന്നു. രണ്ടാമത് കല്യാണം ഉറപ്പിച്ച് വെച്ച സമയത്ത് ബിഗ് ബോസിൽ പോകുന്നു. പിന്നെ അതിന്റെ ലൈഫ് അവിടെ നിന്ന് വെച്ചൊരു ടേണിംഗ് പോയിന്റ് ആയിപ്പോയി. ആ ടേണിംഗ് പോയിന്റ് ആയി ചിലർക്കെങ്കിലും നല്ലത് വരാം, പക്ഷെ ബിഗ് ബോസിൽ നിന്ന് ആർക്കും നല്ലത് വന്നിട്ടില്ലെന്നുള്ള ഒരു സത്യം അവിടെ കിടപ്പുണ്ട്. ഈ കൊച്ചിന് ഒന്നുകൂടെ എല്ലാവരെക്കാട്ടും വഷളാവുന്ന രീതിയിലേക്ക് ഉള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇപ്പൊ അത് വീണ് കിടക്കുകയാണ്. ഇനി സത്യം പറഞ്ഞാൽ ഫീനിക്സ് പക്ഷിയെ പോലെ ഇതിൽ നിന്ന് പറന്നുയർന്ന് ഏറ്റവും എന്റെ ഒരു ആഗ്രഹം ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ആയി. ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എന്താണേലും ഇത്രയൊക്കെ ആയി. ഇനി സത്യം പറഞ്ഞാൽ ഒരു സിനിമയിൽ, നല്ല സിനിമയിൽ ഒരു നായികയൊക്കെ ആയിട്ട് വരണം. പുറകോട്ടിന് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാൻ പറ്റണേ, അതാണ് നല്ലത്. എന്തുകൊണ്ടോ അതും ശരിയാവുന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.